നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ അഭിമുഖം നടത്തുന്നു. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ താമസക്കാരെ പരിചരിക്കുന്നതിനായി മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ തസ്തികയിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തുന്നു. സ്ത്രീ ആൻഡ് പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. പ്രതിമാസ വേതനം 19,000 രൂപ. ഉദ്യോഗാർത്ഥികൾ 8ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്രായപരിധി 25-നും 45-നും ഇടയിൽ. സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുമെന്ന് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അറിയിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂലൈ 12 രാവിലെ 9:30 പൂജപ്പുരയിലെ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ള വിവിധ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസുകളിൽ ജോലി. ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ആലുവ, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ആലപ്പുഴ എന്നിവിടങ്ങളിലേക്ക് വിവിധ തസ്തികകളിലേക്ക് നിയമിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. 1. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിരിക്കണം. അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയം. 2. ഫുഡ് ആൻഡ് ബിവറേജ് സ്റ്റാഫ് റിസപ്ഷനിസ്റ്റ്. മിനിമം +2 പാസ്സായിരിക്കണം. കൂടാതെ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 1 വർഷത്തെ ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തത്തുല്യ യോഗ്യത അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേഖലയിലെ പ്രവൃത്തി പരിചയം. 3. കുക്ക്. 10ാം ക്ലാസ് തത്തുല്യ യോഗ്യത. കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നോ 1 വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയം. കിച്ചൺ മേട്ടി. 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 1 വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ്. വയസ്സ് ഈ പറഞ്ഞ തസ്തികകളിലേക്ക് 18 വയസ്സ് തൊട്ട് 35 വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. സംവരണ വിഭാഗങ്ങൾക്ക് ചട്ടപ്രകാരമുള്ള വയസ്സിളവ് അനുവദനീയമാണ്. നിബന്ധനകൾ: മേൽപ്പറഞ്ഞ തസ്തികയിലൊക്കെ നിയമനം പരമാവധി 1 വർഷത്തേക്ക് കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമായിരിക്കും. ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ എഴുത്തുപരീക്ഷ, സ്കിൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. തിരഞ്ഞെടുക്കുന്ന ജീവനക്കാർക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ അതാത് സമയത്തെ സർക്കാർ ഉത്തരവിൻ പ്രകാരം വേതനം ലഭിക്കും. നിലവിൽ പ്രതിദിന വേതനം 670 രൂപ. അപേക്ഷകർ അതാത് തസ്തികയിലേക്ക് യോഗ്യതയുണ്ടെന്ന് സ്വയം ഉറപ്പുവരുത്തേണ്ടതാണ്. എഴുത്തുപരീക്ഷ, സ്കിൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂ എന്നിവയ്ക്ക് സ്വന്തം ചിലവിൽ ഹാജരാകേണ്ടതാണ്. നിയമനം സംബന്ധിച്ച് ടൂറിസം വകുപ്പ് ഡയറക്ടറുടെ തീരുമാനം അന്തിമമായിരിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 12/7/2024 വൈകുന്നേരം 4 മണി വരെ ആയിരിക്കും. 755 രൂപയിൽ പ്രതിദിന വേതനത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ജോലി. ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ ജലജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി ദിവസവേതന അടിസ്ഥാനത്തിൽ വളണ്ടിയർമാരെ നിയമിക്കുന്നു. സിവിൽ എഞ്ചിനീയറിംഗിൽ ITI ഡിപ്ലോമയാണ് യോഗ്യത. 755 രൂപയാണ് പ്രതിദിന വേതനം. ജൂലൈ 12 രാവിലെ 10:30 KRWS മലപ്പുറം മേഖലാ കാര്യാലയത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടക്കും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ സഹിതം ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0483273856 8281112178. ട്രെയിനിയെ ആവശ്യമുണ്ട്. തിരുവനന്തപുരം LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പാളയം ഹെഡ് ഓഫീസിലെ സിവിൽ എഞ്ചിനീയർ വിഭാഗത്തിൽ ട്രെയിനിയെ ആവശ്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ നൽകിയിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 0471256033.
ദിവസവേതന അടിസ്ഥാനത്തിൽ പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് നിയമനം. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള ഭൂതത്താൻകെട്ട് മൾട്ടി സ്പീഷ്യസ് ഇക്കോ ഹാച്ചറിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നോക്കി നടത്തുന്നതിന് 2 പ്രോജക്റ്റ് അസിസ്റ്റൻറ്റിനെ ആവശ്യമുണ്ട്. ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം. രാത്രിയും പകലും ജോലി ചെയ്യുന്നതിന് സന്നദ്ധരായിരിക്കണം. ഹാച്ചറിയുടെ സമീപ പ്രദേശത്ത് താമസിക്കുവാൻ താൽപ്പര്യമുള്ളവരാകണം. പ്രായം, മേൽവിലാസം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റും പകർപ്പുകളും സഹിതം ജൂലൈ 9 രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484239446. ദിവസവേതന അടിസ്ഥാനത്തിൽ ലൈഫ് ഗാർഡ് നിയമനം. ആലപ്പുഴ 2024 ഓഗസ്റ്റ് 1 മുതൽ 2025 ജൂൺ 9 വരെ ആലപ്പുഴ ജില്ലയിൽ കടൽ രക്ഷാപ്രവർത്തനത്തിനും പെട്രോളിങ്ങിനുമായി ദിവസവേതന അടിസ്ഥാനത്തിൽ ലൈഫ് ഗാർഡുമാരെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളി ആയിരിക്കണം. ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് സ്ഥാപനത്തിൽ നിന്നും ട്രെയിനിങ് പൂർത്തിയാക്കിയവരായിരിക്കണം. പ്രായം 20-നും 45-നും ഇടയിൽ. പ്രതികൂല കാലാവസ്ഥയിലും കടലിൽ നീന്താൻ ശേഷിയുള്ളവരായിരിക്കണം. ലൈഫ് ഗാർഡായി പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. താൽപ്പര്യമുള്ളവർ രേഖകൾ സഹിതം അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് ഫിഷറീസ് സ്റ്റേഷൻ, തോട്ടപ്പള്ളി, ആലപ്പുഴ 688561 എന്ന മേൽവിലാസത്തിൽ ജൂലൈ 19 അപേക്ഷ നൽകണം. ഫോൺ നമ്പർ 0477229707. മൃഗസംരക്ഷണ വകുപ്പിൽ ഡ്രൈവർ കം അറ്റൻഡർ നിയമനം. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറം ജില്ലയിൽ മൊബൈൽ വെറ്റിനറി യൂണിറ്റ് സേവനം ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി നിലമ്പൂർ ബ്ലോക്കിലേക്ക് ഡ്രൈവർ കം അറ്റൻഡറെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ 10ാം ക്ലാസ് യോഗ്യതയുള്ളവരും LMV ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരുമായിരിക്കണം. താൽപ്പര്യമുള്ളവർ ജൂലൈ 11 രാവിലെ 10:30 യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വാക്കൻ്റ് ഇൻ്റർവ്യൂവിന് ഹാജരാവണം. നിയമനം സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് മുഖേന നിയമനം വരുന്നതുവരെയോ അല്ലെങ്കിൽ 90 ദിവസത്തേക്കോ ആയിരിക്കും. അധ്യാപക നിയമനം. മലപ്പുറം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSSD ജൂനിയർ പൊളിറ്റിക്കൽ സയൻസ് തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ജൂലൈ 8 ഉച്ചയ്ക്ക് ശേഷം 3 പ്രിൻസിപ്പൽ ഓഫീസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9495211559. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ്റർവ്യൂ ജൂലൈ 16. തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ റിസർച്ച് അസിസ്റ്റൻറ്റ്, ജൂനിയർ ഹെൽത്ത് എക്കണോമിസ്റ്റ് തസ്തികകളിൽ കരാർ നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 2024 ജൂലൈ 16 നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ നൽകിയിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ ഡ്രൈവർ ജോലി നേടാം. കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഡ്രൈവർ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. തസ്തിക ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഡ്രൈവർ ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. തികച്ചും കരാറടിസ്ഥാനത്തിലുള്ള നിയമനമായിരിക്കും. ശമ്പളം ഡ്രൈവർ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 22,000 രൂപ ശമ്പളമായി ലഭിക്കും. കൂടാതെ 300 രൂപ ടെലിഫോൺ അലവൻസായി അനുവദിക്കുന്നതാണ്. പ്രായപരിധി പരമാവധി 35 വയസ്സ് വരെയുള്ളവർക്കാണ് അവസരം. യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തുല്യമായ യോഗ്യത. സാധുവായ ഹെവി മോട്ടോർ വെഹിക്കിൾ, ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ ലൈസൻസ്. നന്നായി ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കുന്നതിനുള്ള കഴിവുണ്ടായിരിക്കണം. ഹെവി മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിൽ കുറഞ്ഞത് 5 വർഷത്തെ പരിചയം. തെരഞ്ഞെടുപ്പ് പ്രക്രിയ എഴുത്തു പരീക്ഷ, ഡ്രൈവിംഗ് ടെസ്റ്റ് വഴിയാണ് നിയമനം. അപേക്ഷിക്കേണ്ട വിധം യോഗ്യതയുള്ളവർ 2024 ജൂലൈ 14 വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ഓൺലൈനായി അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സ്വയം സാക്ഷ്യപ്പെടുത്തി ഡ്രൈവിംഗ് ലൈസൻസ്, പരിചയം, യോഗ്യതകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം നിശ്ചയിച്ച തീയതികളിൽ ഇൻ്റർവ്യൂവിന് ഹാജരാകണം.
സർക്കാർ ജോലി നേടാം, വിവിധ ജില്ലകളിൽ നിയമനം, ഇൻ്റർവ്യൂ മാത്രം. ജനറൽ ആശുപത്രിയിൽ ക്ലീനിംഗ് സ്റ്റാഫ്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികയിൽ ജോലി നേടാം. ദിവസവേതനാടിസ്ഥാനത്തിൽ ആണ് നിയമനം. 7ാം ക്ലാസ് പാസ്സായിട്ടുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം. ജൂലൈ 19 രാവിലെ 11 മണിക്ക് വാക്യാൻ ഇൻ്റർവ്യൂ നടത്തും. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്കും പ്രസ്തുത ജോലിയിൽ മുൻപരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും. താൽപ്പര്യമുള്ളവർ അന്നേ ദിവസം യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പ്, ബയോഡാറ്റ എന്നിവ സഹിതം സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാകണം. സംശയ നിവാരണത്തിന് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0484238600 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സ്റ്റാഫ് നേഴ്സ്. പനമരം സാമൂഹാരോഗ്യ കേന്ദ്രത്തിൽ ഡയാലിസിസ് യൂണിറ്റിൽ സ്റ്റാഫ് നേഴ്സ് റിക്രൂട്ട്മെൻറ്റ്. നേഴ്സിംഗ് ഡിപ്ലോമ, ഡിഗ്രി, കേരള നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. അഭിമുഖം ജൂലൈ 8 രാവിലെ 11 പനമരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും. ഡയാലിസിസ് യൂണിറ്റിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. ലാബ് ടെക്നീഷ്യൻ. ചെറുകുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ നിയമനം നടക്കുന്നു. ദിവസവേതനാടിസ്ഥാനത്തിൽ കരാർ നിയമനമാണ് നടക്കുക. കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം ജൂലൈ 11 രാവിലെ 11 മണിക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. എറണാകുളത്ത് 9 താൽക്കാലിക ഒഴിവുകൾ. എറണാകുളം ജില്ലയിലെ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഹെൽപ്പർ ഇലക്ട്രിക്കൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു. 1 വർഷ കാലയളവിലേക്ക് 9 തസ്തികകളിലായാണ് നിയമനം നടക്കുക. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂലൈ 23 യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാക്കണം. പ്രായപരിധി 18 തൊട്ട് 41 വയസ്സ് വരെ. ശമ്പളം 17,000 രൂപ. യോഗ്യത 3 വർഷത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യം, 1 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ 10ാം ക്ലാസ് ITI ഇലക്ട്രിക്കൽ വയർമാൻ, NCVT 5 അല്ലെങ്കിൽ 6 വർഷത്തെ പ്രവൃത്തി പരിചയം. കേരള ജലവകുപ്പിൽ സ്ഥിരജോലി. കൈനിറയെ ശമ്പളം നേടാം. വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം. കേരളത്തിൽ തന്നെ സ്ഥിര സർക്കാർ ജോലി ലക്ഷ്യം വെക്കുന്നവർക്ക് സന്തോഷ വാർത്ത. കേരള സർക്കാരിന് കീഴിൽ വാട്ടർ അതോറിറ്റി വിവിധ പോസ്റ്റുകളിൽ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട്. പുരുഷന്മാർക്കും വനിതകൾക്കും ഒരുപോലെ അപേക്ഷിക്കാം. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് കേരള PSCയുടെ വെബ്സൈറ്റ് മുഖേന അപേക്ഷ നൽകാം. ആകെ 3 ഒഴിവുകൾ. കാറ്റഗറി നമ്പർ 126/2024. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെ. സംവരണ വിഭാഗക്കാർക്ക് വയസ്സിളവുണ്ട്. യോഗ്യത ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ BTech ഡിഗ്രി. ശമ്പളം 54,000 രൂപ മുതൽ 1,18,000 രൂപ വരെ. അപേക്ഷ ഉദ്യോഗാർത്ഥികൾക്ക് കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന ജൂലൈ 17 വരെ അപേക്ഷിക്കാം. അപേക്ഷിക്കുന്നതിന് മുമ്പായി ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കുക. വാക്യാൻ ഇൻ്റർവ്യൂ ഫോർ സദേൺ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ആൻഡ് മൾട്ടിപർപ്പസ് സൊസൈറ്റി. 1 BDE മെയിൽ ആൻഡ് ഫീമെയിൽ. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ്. എക്സ്പീരിയൻസ് ഫ്രഷർ ആൻഡ് എക്സ്പീരിയൻസ്ഡ്. ഏജ് 23 to 60. സാലറി 16,000 തൊട്ട് 25,000 രൂപ വരെ. നമ്പർ ഓഫ് വേക്കൻസീസ് 20. ലൊക്കേഷൻ കോട്ടയം. 2 അസിസ്റ്റൻറ്റ് ബിസിനസ് മാനേജർ മെയിൽ ആൻഡ് ഫീമെയിൽ. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് വിത്ത് മിനിമം 2 years എക്സ്പീരിയൻസ് ഇൻ ബാങ്കിങ് ഓർ ഇൻഷുറൻസ് ഇസ് ആൻ ആഡഡ് ബെനിഫിറ്റ്. ഏജ് 25 to 60. സാലറി ബെസ്റ്റ് ഇൻ ദി ഇൻഡസ്ട്രി. നമ്പർ ഓഫ് വേക്കൻസീസ് 10. ലൊക്കേഷൻ കോട്ടയം. 3 ബിസിനസ് മാനേജർ ആൻഡ് BDM മെയിൽ ആൻഡ് ഫീമെയിൽ. ഏജ് 27 to 60. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് വിത്ത് മിനിമം 4 years എക്സ്പീരിയൻസ് ഇൻ ബാങ്കിങ്, NBFC or insurance industry mandatory. Salary best in the industry. Number of vacancies 6. Location കോട്ടയം.
ഇൻ്റർവ്യൂ നടത്തപ്പെടുന്നത് എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ്. രജിസ്റ്റർ ചെയ്യാത്തവർക്ക് അന്നേ ദിവസം സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. രജിസ്ട്രേഷൻ ഫീ 250. അഭിമുഖത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂലൈ 10 രാവിലെ 10 മുതൽ 1 മണി വരെയുള്ള സമയത്തിനിടയിൽ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുമായി കോട്ടയം ജില്ലാ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ നേരിട്ടെത്തുക. അഭിമുഖം നടക്കുന്ന സ്ഥലം എംപ്ലോയബിലിറ്റി സെൻറ്റർ, ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, 2ാം നില, കളക്ട്രേറ്റ്, കോട്ടയം. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. എംപ്ലോയബിലിറ്റി സെൻറ്റർ ഫോൺ നമ്പർ 0481256341 or 2560413. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.